ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ രാത്രിയിലെ ഡിന്നറിനോ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഭട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡി വേവ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഭട്ടൂര തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ml ഒരു കപ്പിൽ ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. പാലെടുക്കുമ്പോഴേ ഇളം ചൂടിൽ തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏത് ഈസ്റ്റ് വേണമെങ്കിലും എടുക്കാട്ടോ നമുക്ക്. ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാട്ടോ. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി കിട്ടൂട്ടാ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ദാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ നല്ല പോലെ ഒന്ന് പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഭട്ടൂര റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ ഒരു 3 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാട്ടാ. മൈദപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് മുഴുവനായും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം കൈ വെച്ച് നല്ല പോലെ സോഫ്റ്റ് ആക്കി ഇതൊന്ന് കുഴച്ചെടുക്കാട്ടാ. നമ്മ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ വേണോട്ടാ ഇതൊന്ന് കുഴച്ചെടുക്കാൻ. കുഴച്ചെടുക്കുന്ന സമയത്തെ വെള്ളം ആവശ്യമായി വന്നാൽ ഇളം ചൂടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാട്ടാ. എനിക്കിത് കുഴച്ചെടുക്കാൻ പാലിന്റെ മിക്സ് മാത്രം ആവശ്യമായി വന്നുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുഴച്ചെടുത്ത മാവുണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്കും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാട്ടാ. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതേ നമ്മുടെ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് കേട്ടാ. ഇനി ഈ മാവ് നല്ല പോലെ ഒന്ന് പൊന്തി ഡബിൾ ആയിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം ചൂടുള്ള സ്ഥലത്താണെങ്കിൽ 1 മണിക്കൂർ മതിയിട്ടാ ഇത് പൊന്തി വരാൻ. അല്ലെങ്കിൽ ഇനി തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഏകദേശം 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെ എടുക്കൂട്ടാ ഒന്ന് പൊന്തി കിട്ടാൻ. ഇപ്പോ 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ നല്ല പോലെ ഒന്ന് പൊന്തി ഡബിൾ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈ വെച്ച് നല്ല പോലെ ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇപ്പോ ഞാൻ മാവ് നല്ല പോലെ ഒന്ന് വീണ്ടും കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടാ. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബാക്കി വരുന്നത് ഇതുപോലെ തന്നെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാട്ടാ. ഇനി ഇതൊന്ന് നമ്മ ചപ്പാത്തിക്കൊക്കെ പരത്തോല അതുപോലെ ഒന്ന് പരത്തിയെടുക്കാട്ടാ. പരത്തിയെടുക്കുമ്പോഴേ ഒരുപാട് കട്ടി കൂടാനും കുറയാനും പാടില്ലാട്ടാ. ഇതുപോലെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാട്ടാ. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഓരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കാട്ടാ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പരത്തി കട്ട് ചെയ്തെടുക്കാട്ടാ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോ അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ഭട്ടൂര റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാട്ടാ. നമ്മുടെ ഈ ഭട്ടൂരയുടെ കൂടെ ഏത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടാ. അപ്പോ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.